ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് വിക്രം ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വേദ ഭക്ഷണമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആ സമയം മാഷ് കുളിച്ചിട്ട് റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ മാഷിന് ഒരു കോള് വരികയാണ്. അത് മാഷിൻ്റെ കൂട്ടുകാരൻ രവി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ വിക്രം മലയ്ക്ക് പോകുന്ന കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് അപ്പോൾ വേറൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ വിക്രം ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഒരു തൊഴിലാളി സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന വിക്രമാണെന്നും ഇന്ന് സമരം ഉണ്ടായിരുന്നെന്നും ഞാൻ കണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രമിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നെന്നും അത് വിക്രമിൻ്റെ ഭാര്യ വേദ ഇല്ലേ, വേദയുടെ സഹോദരൻ ശ്രീകാന്തിൻ്റെ ഫാക്ടറിക്കെതിരെയാണ് വിക്രം സമരം ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് മാഷ് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് നേരെ ഹാളിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് കമലയോടെ പറയുകയാണ്, നിൻ്റെ മോൻ ഒരു കാലം നന്നാവില്ല കേട്ടോ. അവൻ്റെ ദൈവം എന്ന് പറയുന്ന ശ്രീകാര്യ ശ്രീനിവാസനാണ്. അയാൾ പറയുന്ന മാത്രമേ കേൾക്കുകയുള്ളൂ. അല്ല മാലയിട്ട് ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് കുമ്പിട്ടാലും ഇവന് ഒരു മാറ്റം വരില്ല എന്ന് മാഷ് പറയുകയാണ്. മോളെ, നീ ഈ കിടന്ന് പ്രയത്നിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് ഇവ ഒരു കാലവും നന്നാവില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നെന്നും ഇവ ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഒരു തൊഴിലാളി സംഘടന രൂപീകരിച്ചെന്നും അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഇവനാണെന്നും അത് മോളുടെ സഹോദരൻ ശ്രീകാന്ത് ഇല്ല, അവൻ്റെ ഫാക്ടറിക്ക് എതിരായിട്ടാണ് സമരം ചെയ്യുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് വിഷമാവുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. തൊഴിലാളി സംഘടനയുടെ നേതൃസ്ഥാനം വഹിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ അടിപിടിക്കോ കത്തിക്കുത്തിനോ ഒന്നും ഞാൻ പോയില്ലെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ തൊഴിലാളി സംഘടനയുടെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല എന്നെയാണ് പാർട്ടി ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ എന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ മാഷിന് ദേഷ്യം വരികയാണ്. ഇവ ഒരു കാലത്ത് നന്നാവില്ല കമലേ, അപ്പോൾ ഇവ അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിൽ കയറി കഥ വലിച്ചടക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ്, മോനെ എന്തൊക്കെയാണ് ഇത്, ഇനിയെങ്കിലും നിനക്ക് നന്നായിക്കൂടെ അമ്മ, ഇതൊരു പ്രശ്നമില്ലാത്ത കേസാണ്, ഇതിലൊന്നും പേടിക്കേണ്ട. ഒരു തൊഴിലാളി സംഘടന നേതൃസ്ഥാനം വഹിക്കുന്നു പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വിക്രമും ദേഷ്യപ്പെട്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വിക്രം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചായ എടുത്തുകൊണ്ട് വേദയും പിറകെ പോവുകയാണ്. പക്ഷേ വിക്രം ആ സമയത്ത് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉടനെ നന്ദിനി വന്നിട്ട് പറയുകയാണ്, അപ്പോൾ വേദായവ ഒരു കാലം നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പട്ടിരവാല് 12 കൊല്ലം കുഴലിലിട്ടാൽ അത് വളഞ്ഞല്ലേ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ അതിനുള്ള മറുപടിയും കൊടുത്തിട്ട് വേദ അകത്തോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വാസവ MLAയും ശ്രീകാന്തുമായിട്ട് ഒരുമിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ എങ്ങനെ അടിച്ചൊതുക്കുക ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അവർ തമ്മിൽ കൈ കോർക്കുകയാണ്. എന്നിട്ട് വാസവൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമൊക്കെയാണ്, അപ്പോൾ വിക്രമിനെ തകർക്കാനായിട്ട് ഞാൻ നിങ്ങളെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ ഞാൻ എന്തുറപ്പിലാണ് നിൽക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ സഹോദരിയല്ലേ അവൻ്റെ ഭാര്യ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ അങ്ങോട്ടാവാമല്ലോ എന്നൊക്കെ വാസവൻ പറയുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് രൂപീകരിക്കാമെന്ന് വാസവൻ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അത് സമ്മതിച്ച് അവർ കൈ കൊടുത്ത് പിരിയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ശങ്കരനാരായണൻ പത്മമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്മൻ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ ഫാക്ടറിയിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫാക്ടറി തുടങ്ങിയ സമയത്തെ ശ്രീകാന്തിനോട് അവൻ്റെ അമ്മാവനായിട്ട് പറഞ്ഞതാണ്, ഇപ്പോൾ തൊഴിലാളി സംഘടന രൂപീകരിക്കേണ്ടി വന്ന പ്രശ്നം ഉണ്ടാകുമെന്നും അതുകൊണ്ട് മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്ക് മുൻഗണന കൊടുത്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അവൻ കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ പാർട്ടിയുടെ ബലത്തിൽ വിക്രം ഒരു തൊഴിലാളി സംഘടന രൂപീകരിച്ചതും തൊഴിലാളിക്കെതിരെ പോരാടുന്നതെന്നൊക്കെ പറയുകയാണ്. ഇതിപ്പോൾ കേസായി കോടതിയിൽ വരുമെന്നാണ് എൻ്റെ പേടിയെന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ്. അപ്പോൾ പത്മ പറയുന്നത്, ഞാൻ വേദയെ വിളിച്ചിരുന്നെന്നും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നൊക്കെ പറയുകയാണ്. പിന്നെ വിക്രം മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുകയാണെന്ന് വേദ പറഞ്ഞായിരുന്നെന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശങ്കരനാരായണൻ പുറത്തേട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പത്മ അങ്ങനെയും വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനിയെ കാണിക്കുന്നു. അപ്പോൾ നന്ദിനി ഒരു ബിരിയാണിയൊക്കെ വാങ്ങി പാഴ്സലാക്കി കൊണ്ടുവരികയായിരിക്കും. അപ്പോൾ ആ സമയത്ത് വേദ ഉച്ചയ്ക്ക് വരികയാണ്. അപ്പോൾ എന്തോ ഫയൽ എടുക്കാനായിട്ട് മറന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ വേദ കണ്ടതും നന്ദിനി പാഴ്സൽ അങ്ങ് മറച്ചു വെക്കുകയാണ്. അപ്പോൾ നന്ദിനി ഏട്ടത്തി എന്താണ് ഒരു കള്ളത്തരം പോലെ, എനിക്കൊന്നുമില്ല, അപ്പോൾ നീ എന്താ ഈ സമയത്ത്, നീ രാവിലെ ജോലിക്ക് പോയതില്ല, അത് ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്താ നന്ദിനി ഏട്ടത്തിയുടെ കയ്യിൽ ബാക്കിൽ
ആക്കിയിരിക്കുന്നത്. അപ്പോൾ നന്ദിനി കാണിക്കണം, ഇതൊരു എണ്ണയാണ് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് വളരുമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ നീ പൊയ്ക്കോ, നീ താമസിക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ വേദ ചെന്ന് പതുക്കെ നന്ദിനിയുടെ റൂമിലൂടെ ജനൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ നന്ദിനി അവിടെ ഇരുന്ന് ബിരിയാണി എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഇവിടെ മലയ്ക്ക് ഒരാൾ മാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനിയുടെ ഈ വേല ചെയ്തല്ലോ എന്നൊക്കെ വേദ മനസ്സ് വിചാരിച്ചത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അമ്മയെ അറിയിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ ചെന്ന് കമലയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കമലയെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നന്ദിനി കഥ അടച്ചിരിക്കുകയാണ്. അപ്പോൾ കഥയിൽ കിടന്ന് തട്ടുകയാണ് കമല. നന്ദിനി എന്നിങ്ങി ഇറങ്ങി വന്നേ, അതാ വരുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ബിരിയാണി എല്ലാം എടുത്ത് മേശയ്ക്കകത്താക്കി വെക്കുകയാണ്. നന്ദിനിക്ക് കാര്യം മനസ്സിലായി, വേദ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ നന്ദിനി കഥ തുറന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ വേദ ചോദിക്കും, ഇവിടെ എന്താ നല്ല ചിക്കൻ്റെ മണമാണല്ലോ, ചിക്കൻ്റെ മണം, അത് ഏതെങ്കിലും കോഴി കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടിയതായിരിക്കും എന്നൊക്കെ പറയുകയാണ് നന്ദിനി. അപ്പോൾ എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു നന്ദിനിക്ക്. അപ്പോൾ കമല പറയണം, എന്തായാലും നിൻ്റെ റൂം ഒന്ന് ചെക്ക് ചെയ്യട്ടെ വേദ, നീ ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് പറയണം. അങ്ങനെ വേദ എല്ലായിടവും ചെക്ക് ചെയ്യാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവസാനം മേശയ്ക്കകത്ത് നോക്കുമ്പോൾ ബിരിയാണി പൊതി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നന്ദിനി ആകപ്പാടി നാറി വിഷമിച്ച് ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ആൾ അയ്യപ്പ സന്നിധിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? എന്നിട്ടാണോ നന്ദിനി നീ ഇങ്ങനെ കാണിക്കുന്നത്, നീ ചെയ്ത തെറ്റായിപ്പോയെന്ന് നന്ദിനിയും വേദയും പറയുകയാണ്. അപ്പോൾ നന്ദിനിക്ക് താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കണം, അമ്മേ ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുകയാണ്. ശരി, എന്നാൽ ബിരിയാണി ഇങ്ങെടുക്കുക, ഞാൻ കൊണ്ടുപോയി കളയട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് ഒരു പീസ് ചിക്കൻ കാലും നന്ദിനി സാരിയുടെ തുമ്പിൽ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ അതും എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് വേദ പുറത്തോട്ട് പോവുകയാണ്. എന്തായാലും നീ ചെയ്ത പാപമായപ്പോൾ ആ പാപത്തിനുള്ള പരിഹാരം ഞാൻ ഇന്ന് കോവിലിൽ പോയി വഴിപാടായി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കമല ബിരിയാണി കൊണ്ട് പോകണം. അങ്ങനെ നന്ദിനി ആകപ്പാട് വിഷമിച്ചിരിക്കണം. ഈശ്വര, എനിക്ക് ഒരു ബിരിയാണി തിന്നാനുള്ള യോഗവും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ കമല അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയം അവിടെ പത്മ ഉണ്ടായിരിക്കും. അപ്പോൾ പത്മ വന്നിട്ട് പറയുകയാണ്, എനിക്ക് കമലയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലോ എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രം മാലയിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, അത് നല്ല കാര്യം തന്നെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് കമല പറയുകയാണ്, വേദയെ ഞാൻ അടർത്തി തരാമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നു, പക്ഷേ അത് എങ്ങനെയാണ് ഞാൻ ഇനി സാധിച്ചത്? അവൾ അവിടെ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്, ആ സന്തോഷം എനിക്ക് കണ്ടില്ലെന്ന് വയ്ക്കാനാവില്ലെന്ന് കമല പറയുകയാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും എന്നോട് സംസാരിക്കരുതെന്ന് പത്മത്തിനോട് പറയുകയാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കൈവിട്ട് പോയല്ലോ. അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ, അവളുടെ സന്തോഷം ആണ് ഞങ്ങളുടെ സന്തോഷമെന്ന് പത്മം പറയുകയാണ്. എന്നിട്ട് ഇതോടുകൂടി എപ്പിസോഡ് ഇന്നത്തെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്